വർഷപൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി കോർപ്പറേഷൻ പരിധിയിലെ തോടുകളും ഓടകളും വൃത്തിയാക്കി തുടങ്ങി. എളയാവൂർ സോണൽ ഓഫീസിന് പിൻവശത്തു നിന്നും കാനാമ്പുഴയിലേക്ക് ഒഴുകുന്ന തോട് പൂർണ്ണമായും മഴക്കാലത്തേക്ക് സജ്ജമാക്കിയതായി വാർഡ് കൗൺസിലർ ഷാഹിന മൊയ്തീൻ പറഞ്ഞു. തോട്ടിലേക്ക് പ്ലാസ്റ്റിക് കുപ്പികളും ചവറുകളും വലിച്ചെറിയുന്നത് ഒഴിവാക്കണമെന്ന നിർദ്ദേശവും അവർ പങ്കുവച്ചു. മഴക്കാല പൂർവ്വ ശുചീകരണമാണ് അത്തവണത്തെ സാംക്രമിക രോഗങ്ങളെയും വെള്ളക്കെട്ടുകളെയും ഒരു പരിധിവരെ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോർപ്പറേഷന്റെ ഈ വർഷത്തെ ശുചീകരണ പ്രവൃത്തികൾ നേരത്തെ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. മേയറുടെ നിർദ്ദേശപ്രകാരം ഓരോ വാർഡ് കൗൺസിലർമാരും അവരുടെ പ്രദേശങ്ങൾ പൂർണ്ണ ഉത്തരവാദിത്വത്തോടെ ഏറ്റെടുത്തും കഴിഞ്ഞു. എളയാവൂരിലെ സോണൽ ഓഫീസിനു പിൻവശത്തുകൂടി കാനാമ്പുഴയിലേക്ക് ഒഴുകുന്ന തോടായിരുന്നു ഇന്ന് വൃത്തിയാക്കിയത്. ഇരുവശവും പാർശ്വഭിത്തി കെട്ടി സംരക്ഷിച്ചു വന്ന തോടിനെ സാമൂഹ്യ വിരുദ്ധരും മദ്യപ സംഘങ്ങളും വൃത്തികേടാക്കി മാറ്റിയതായിരുന്നു ഈ ശുചീകരണ പ്രവൃത്തിയിൽ കണ്ടെത്താനായത്. അതുകൊണ്ട് തന്നെ ഇത്തരം നീചപ്രവൃത്തികൾ ചെയ്യുന്നവർ ഇതിൽ നിന്നും പിന്മാറണമെന്ന് വാർഡ് കൗൺസിലർ ഷാഹിന മൊയ്തീൻ പറഞ്ഞു. ഇതിപ്പോൾ കഴിഞ്ഞ 6 മാസം മുമ്പ് നമ്മളുടെ തന്നെ വർക്കേഴ്സിനെ വിട്ടിട്ട് കൃത്യമായിട്ട് കാർഡുകളും എല്ലാം ചെയ്ത് വൃത്തിയാക്കി വിട്ടതാണ്. പക്ഷേ ഇത് ഞങ്ങൾ ഇപ്പോൾ ഇത്രയും വൃത്തിയാക്കിയതിനടുത്ത് കാണുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ പ്രദേശത്തുള്ള ആളുകൾ തന്നെയാണെന്ന് തോന്നുന്നു. ഇവിടെ നമ്മൾ ഇത്രയും സൗകര്യങ്ങൾ കോടിക്കണക്കിന് രൂപ മുടക്കിയിട്ടാണ് കാനാമ്പുഴയുടെ തോട് ഇരുവശവും തോട് കെട്ടി സംരക്ഷിച്ച് നമ്മൾ നിർത്തിയത്. പക്ഷേ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ അത് സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഈ പ്രദേശത്തുകാർക്ക് അന്നേ ഞങ്ങൾ പറയുന്നുള്ളതാണ്. പക്ഷേ അത് ഇവിടെ വന്ന് നമ്മൾ ഓരോ വർഷവും വൃത്തിയാക്കുമ്പോൾ കാണുന്ന കാഴ്ച ഈ തോടിൻ്റെ പരിസര പ്രദേശങ്ങൾ, അതായത് ഇപ്പോൾ ഇവിടെ കാണാം, നിങ്ങൾക്ക് ഇവിടെ ഒരു പാലം കെട്ടിയിട്ടിട്ടുണ്ട്. ഈ പാലത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇരുന്നിട്ടാണ് രാത്രി കാലങ്ങളിലും വൈകുന്നേരമാകുമ്പോൾ ഇവിടെ നടന്നു പോകുന്ന ആളുകൾ പറയുന്നത് ഇവിടെ ഞങ്ങൾക്ക് ഇതിലൂടെ നടക്കാൻ തന്നെ പേടിയാകും. കാരണം ഒരു കൂട്ടം ആളുകൾ ദിവസേന ഇവിടെ ഇരിക്കുകയും അതുപോലെ മദ്യപിക്കുന്നത് നമ്മളെതിരാ. പക്ഷേ അവർ മദ്യപിക്കുന്ന മറ്റു ഇരുചെവി അറിയാതെ മദ്യപിച്ചിട്ട് പോകുക. അവർ ഉപയോഗിക്കുന്ന കുപ്പികളും മറ്റുള്ള പാഴ്വസ്തുക്കളും പ്ലാസ്റ്റിക്കുകളൊക്കെ ഒരു കവറിൽ തന്നെ നിക്ഷേപിക്കുകയോ ഒക്കെ ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ഇതിനോടൊരു വിമുഖത തോന്നുകയില്ലായിരുന്നു. പക്ഷേ ഇവിടെ നമ്മൾ ഇത് പേർക്കുകയും ഇവിടെ മുഴുവൻ വൃത്തികേടാക്കിയിട്ടൊക്കെ ഇത് മുഴുവനാണ് ഇപ്പം നമ്മൾ കോരി മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ വൃത്തിയാക്കുക പ്രദേശത്തുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്ന് അവർക്ക് മനസ്സിലാക്കാതെ വീണ്ടും ആ പ്രദേശങ്ങൾ അവർ വൃത്തികേടാക്കുകയും ചെയ്യുമ്പോൾ ശരിക്കും കോർപ്പറേഷന് ഞങ്ങൾക്ക് സങ്കടമുണ്ട്. ഇതിനെ അഭിമുഖീകരിക്കുന്ന ജനപ്രതിനിധി എന്ന നിലയിൽ ഇത് കൊല്ലവും 2-3 പ്രാവശ്യങ്ങൾ ഞങ്ങൾ വൃത്തിയാക്കുക, പിന്നെ ജനങ്ങൾ തന്നെ അത് നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത്തവണ മഴ നേരത്തെ എത്തുകയും അതിവൃഷ്ടി ഉണ്ടാവുകയും ചെയ്യുമെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം കൂടി കണക്കിലെടുത്താണ് പൂർവ്വ ശുചീകരണങ്ങൾക്ക് ഏവരും മുന്നിട്ടിറങ്ങുന്നത്. ഡ്രെയിനേജുകളും തോടുകളും ഓരോ ഭാഗങ്ങളിലാക്കി വൃത്തിയാക്കി തുടങ്ങിയിട്ടുണ്ട്. വെള്ളം കെട്ടിനിൽക്കാതെ പ്രദേശങ്ങളെ വൃത്തിയാക്കുകയാണ് കോർപ്പറേഷന്റെ ലക്ഷ്യം.